എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ വിഷയത്തിൻ്റെ ഒരു ടൈറ്റിലിനകത്ത് തന്നെ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ഫെമിനിസം എന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻ അല്ലാത്തത് കൊണ്ടും ഫെമിനിസം എന്നത് കേവലം സ്ത്രീപക്ഷം അല്ല എന്നും എല്ലാ വിധത്തിലുമുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ തുല്യതയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒന്നാണ് ഫെമിനിസം എന്നത് ആയതുകൊണ്ടും തന്നെ കേവലം സ്ത്രീപക്ഷവും എയും എന്ന സംഘാടകർ തന്ന ടൈറ്റിലിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുക എന്നതാണ് പ്രാഥമികമായി ഞങ്ങൾ തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെമിനിസവും എയും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു ചർച്ച മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരിക്കുക. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ചാറ്റ് GPT-യിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പം പെയ്ഡ് വെർഷനാണ് ഒരു അക്കൗണ്ട്. അപ്പോൾ പെയ്ഡ് വെർഷൻ്റെ അകത്ത് ഞാൻ ചാറ്റ് GPT-യോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫെമിനിസം ഇഷ്ടമല്ല, എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പം ഉടനെ തന്നെ ചാറ്റ് GPT എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ മൊത്തം എൻ്റെ ഡാറ്റ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ റൈറ്റ് ഡിഫൻഡർ എന്ന നിലയിൽ, ഒരു അംബേദ്കറൈറ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോയോ പെട്ടെന്ന്? നിങ്ങളെ മെനിനിസ്റ്റുകൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്തോ? എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. നമുക്ക് സോൾവ് ഔട്ട് ചെയ്യാൻ പ്രശ്നം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതേ സമയത്ത് ഞാൻ അക്കൗണ്ടിൽ നിന്ന് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാത്ത ഒരു ചാറ്റ് GPT വെർഷൻ എടുത്തുകൊണ്ട് അതിനോട് എനിക്ക് ഇനി മുതൽ ഫെമിനിസത്തിനോട് ഒരു താല്പര്യവുമില്ല, മെനിനിസ്റ്റ് ആവാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നോട് റീസൺസ് ഒന്നും ചോദിക്കരുത് ചാറ്റ് GPT, പൊന്ന് ചാറ്റ് GPT എന്ന് പറഞ്ഞപ്പം അടുത്തത് പറയും, എന്നാൽ നീ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കണം, നമുക്ക് ആ പൊസിഷനിൽ തന്നെ മുന്നോട്ടേക്ക് പോവാം, ഒരു പ്രശ്നമില്ല, അത് നിൻ്റെ വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണല്ലോ എന്നാണ് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് തരുന്നൊരു റിപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് റിപ്ലൈകളെ ഇത്തരത്തിലാണ് ഈ പറയുന്ന ഒരു ജെൻഡർ ബയാസ്ഡും മിസോജിനിയും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് വളരെ എവിഡൻ്റ് ആയിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ രണ്ട് ആസ്പെക്ട്സിലാണ് നമുക്ക് മുന്നോട്ട് ഈ ചർച്ച കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒന്ന്, ഈ ഒരു ഡിജിറ്റൽ ഏജിനകത്ത് എങ്ങനെയാണ് ഡിജിറ്റൽ ഫെമിനിസം AI കാലഘട്ടത്തിൽ എന്നുള്ളതും അതോടൊപ്പം തന്നെ AI എത്രത്തോളം ജെൻഡേർഡ് ആണ് എന്നുള്ളൊരു കാര്യം. ഈ രണ്ട് ആസ്പെക്ട്സിലായിരിക്കും നമ്മൾ ചർച്ച മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫെമിനിസം എത്രത്തോളം ഡിജിറ്റൽ വൽക്കരിച്ചു എന്നുള്ളത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ എത്രത്തോളം പുരുഷവാദം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുമില്ല. ഒരുപക്ഷെ നമ്മളിരിക്കുന്ന കൊച്ചിയിൽ 1932 23 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് സ്ത്രീകളിൽ നിന്നാവുന്ന ഇൻസൾട്ടിൽ നിന്ന് പുരുഷന്റെ മാനത്തെ കാക്കുക എന്നതാണ് KM ഇബ്രാഹിം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് നീലകണ്ഠ മേനോൻ മറുപടി പറയുന്നത്, ലോകത്ത് ഒരു രാജ്യത്തും അതിനുവേണ്ടി പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാക്കണമെന്നൊരു വാദം ഒരു കാലത്തും വരാൻ പോകുന്നില്ല എന്നാണ് മറുപടി പറയുന്നത്. 2025 സാക്ഷര കേരളത്തിൽ 1932 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒഴിവാക്കിയ ചോദ്യം തന്നെ പുരുഷ കമ്മീഷൻ ഫോമുകളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായി നമ്മൾക്ക് അറിയാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 1969 കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കകത്ത് ശ്രീ K ശേഖരൻ നായർ പറയുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. സ്ത്രീകൾ ടെക്നോളജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പീക്കിംഗ് റേഡിയോ എന്ന് പറയുന്ന റേഡിയോയിൽ കൂടി മലയാളത്തിൽ സംപ്രേഷണം നടത്തിയിരിക്കുന്ന ഇന്ത്യൻ യുവതി തലശ്ശേരി പുൽപ്പള്ളി കേസിലെ പ്രതിയായ അജിതയുമായുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണമെന്നാണ് പറയുന്നത്. അപ്പം EMS അതിന് മറുപടി പറയുന്നത്, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, കേരള കൗമുദിയിൽ 1968 ഇങ്ങനത്തെ ഒരു വാർത്ത വന്ന് ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അജിതയും ടെക്നോളജിയും ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് അന്നത്തെ കാലത്തെ തീരുമാനിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ എല്ലാ കാലത്തും പുരുഷാധിപത്യ മൂല്യങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് ഡിജിറ്റൽ ഏജിലും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എൻ്റെ ആദ്യത്തെ ചോദ്യം ഡോക്ടർ വിനീത മാമിനോട് തന്നെയാണ്. ഒരുപക്ഷെ ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ചെയ്യുന്ന സമയത്തും ജെൻഡർ ഡിജിറ്റൽ ഡിവൈഡ് വളരെ കൃത്യമായി നമ്മൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രകാരം, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 30% സ്ത്രീകൾ മാത്രമാണ് AI-യുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ഫോഴ്സിൻ്റെ അകത്തുള്ളത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. 1985 ഡോണ ഹാർവേയുടെ ഈ സൈബോർഗ് മാനിഫെസ്റ്റോ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ടെക്നോളജി എന്നുള്ളൊരു കാര്യത്തെ എങ്ങനെയാണ് ഫെമിനിസവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്? എത്രത്തോളം എൻജെൻഡേർഡ് ആണ് ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്? ആദ്യമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ചെറുപ്പക്കാരായ വളരെ എനർജറ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്കലി വളരെ കോൺഷ്യസ് ആയിട്ടുള്ള രണ്ടുപേരുടെ നടുക്കിരിക്കാൻ പറ്റിയെന്നുള്ളതിലും വളരെയധികം സന്തോഷം. ചോദ്യത്തിലേക്ക് വരാം. ശരിക്കും ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ?
ശരിക്കും ടെക്നോളജിയുമായിട്ട് ഫെമിനിസ്റ്റുകളുടെ ബന്ധം ആദ്യം അത്ര നല്ലതായിരുന്നില്ല. അത് സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ കാലത്തൊക്കെ തന്നെ ടെക്നോളജിയെ വളരെ സസ്പീഷനോടെയാണ് ഫെമിനിസ്റ്റുകൾ കണ്ടിരുന്നത്. അതിൻ്റെ കാരണം റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയും ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അത് സ്ത്രീകളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ഒരു ഇൻ്റർവെൻഷനിസ്റ്റ് ടെക്നോളജിയാണ്. പിന്നെ അക്കാലത്ത് ഇക്കോ ഫെമിനിസം ഒക്കെ വളരെ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ സ്ത്രീകളെ എങ്ങനെ പേട്രിയാർക്കി അടിച്ചമർത്തുന്നു അതുതന്നെയാണ് ക്യാപിറ്റലിസം നേച്ചറിനോട് ചെയ്യുന്നത് എന്നുള്ളൊരു തുല്യത ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ടെക്നോളജി എന്ന് പറയുന്നത് സ്ത്രീകൾ അകന്ന് നിൽക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു രീതിക്കാണ് 60കളിലും 70കളിലും ഒക്കെ ഒരു പൊതുവായ ഒരു ഫെമിനിസ്റ്റ് നില. 85ലാണ് 80കളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡ് റേഗൻ്റെ സമയത്തുള്ള ഒരു ടെക്നോളജി ഇമാജിനേഷൻ ഉണ്ടായിരുന്നു ലോകത്ത്. സ്റ്റാർ വാർ വരുന്നു, ടെക്നോളജി വലിയൊരു, അത് ശരിക്കും കോൾഡ് വാറിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒരു സാധനവുമാണ്. ആ ഇമാജിനേഷൻ അക്കാലത്ത് ഉണ്ടാക്കി അത് ഫെമിനിസത്തിനെയും ടച്ച് ചെയ്തു. ഡോണ ഹറാവയുടെ ഇൻ്റർവ്യൂവിലൊക്കെ അവർ പറയുന്നുണ്ട്, സ്കൂളുകളിലും കുട്ടികളൊക്കെ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു കാര്യങ്ങളെ പറ്റിയാണ്. എങ്ങനെയാണ് സ്റ്റാർ വാർ നടക്കുന്നത്, എന്ത് തരം ടെക്നോളജിയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ 85 സൈബോർഗ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അവരുടെ ഇറങ്ങുന്നത്. ആ പുസ്തകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ സൈബോർഗ് എന്ന് പറയുന്നത് ഒരു സൈബർനെറ്റിക് ഓർഗാനിസമാണ്. മാനും മെഷീനും ഒക്കെ കൂടെ ചേരുന്ന ഒരു ജീവി. അത് ശരിക്കും ഒരു മെറ്റഫറാണ്. ആ മെറ്റഫർ എന്തിൻ്റെ മെറ്റഫറാണ്? നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതത്തിൻ്റെ മെറ്റഫറാണ്. നമ്മളൊക്കെ എസെൻഷ്യലൈസ്ഡ് ആയ ഒരു തരം ഐഡൻറ്റിറ്റി നമുക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞാൻ സ്ത്രീയാണ്, ഞാൻ സ്ത്രീയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ മറ്റ് സ്ത്രീകളുമായി ചേർന്ന് നിൽക്കണം, അവർ ഒരു ഗ്രൂപ്പായിട്ട് നിലനിൽക്കുന്നുണ്ട്, അവരവിടെ നിൽക്കുകയാണ്, അവരെ എപ്പോൾ വേണേൽ നമുക്ക് സംഘടിപ്പിക്കാം, സ്ത്രീകൾ. പക്ഷേ അതങ്ങനെയല്ല. നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പല കാര്യങ്ങൾ, ക്യാപിറ്റലിസം ആകാം, ടെക്നോളജി ആകാം, റേസ് ആവാം, ക്ലാസ് ആവാം, എത്നിസിറ്റി ആവാം, ഇതെല്ലാം ചേർത്ത് രൂപപ്പെടുത്തുന്ന ഒരു സാധനമാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ എസെൻഷ്യലൈസ്ഡ് ആയിട്ട് സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ ബലം പിടിച്ച് തൂങ്ങിക്കിടക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് ഈ ഒരു ഭയങ്കര പൊളിറ്റിക്കലായ ഒരു മെറ്റഫറായിട്ട് ടെക്നോളജിയെ അപ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗവും എക്സ്റ്റൻഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മെരുക്കിയെടുക്കേണ്ട ഒരു ജീവിയാണ്. അല്ല നമ്മൾ അകന്ന് നിൽക്കേണ്ടതല്ല. അത് ഫെമിനിസം പഠിക്കണം എന്നുള്ളതായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി ഫെമിനിസം 80കളിൽ. അത് ഡോണ ഹറാവയുടെ സൈബോർഗ് മാനിഫെസ്റ്റോ വരുന്നുണ്ട്. സാന്ദ്ര ഹാർഡിങ് എന്ന് പറഞ്ഞ വേറൊരു സയൻറ്റിസ്റ്റ് തന്നെ ഇതിനെപ്പറ്റി എഴുതുന്നുണ്ട്. ധാരാളം ചർച്ചകൾ അതിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സ്ത്രീകൾ പിന്നെ ഫെമിനിസ്റ്റുകൾ സ്ത്രീകളെ മാത്രം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഐഡൻറ്റിറ്റിയുടെ പുറത്ത്, സ്ത്രീ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയുടെ പുറത്ത് നിന്ന് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം, അത് ബയോളജി എന്ന് പറഞ്ഞ ഒരിടത്തിൻ്റെ അകത്ത് തന്നെ അങ്ങ് നിൽക്കത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക നിറമുള്ള, രൂപമുള്ള, ശരീരഘടനയുള്ള, അത് വളരെ നോമേറ്റീവായ ഒരു വൈറ്റ് വുമൺ, അതാണ് ഡോമിനൻ്റായൊരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ഇമേജ്, അതുവഴി ഒഴിവാക്കപ്പെടുന്നത് അല്ലാതെയുള്ള ഒട്ടനവധി പല ജെൻഡേഴ്സിലുള്ള ആളുകളും മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നവരും ഒക്കെയാണ്. അപ്പം നിങ്ങൾ ഈ പോയിട്ട് ഈ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിന് നല്ലതാണോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ആലോചിക്കാവുന്നത് അഫിനിറ്റിയുടെ പോളിറ്റിക്സ് ആണ്. ഈ പറയുന്ന ഒരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാവുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെട്ട് വരണം, അഫിനിറ്റി പൊളിറ്റിക്സിലേക്ക് മാറണം. എസെൻഷ്യലൈസ്ഡ് ആയ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയുടെ പുറത്ത് അല്ല. ഈ മെറ്റഫറിനെ, സൈബോർഗ് എന്ന മെറ്റഫറിനെ അതുകൊണ്ട് തന്നെ ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിനെ പുനർനിർണയിക്കുന്ന ഒരു മെറ്റഫറായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും സൈബോർഗ് മാനിഫെസ്റ്റോ കോട്ട് ചെയ്യുന്നത്, ചുരുക്കി പറഞ്ഞാൽ.
ഓക്കെ. നമ്മുടെ ഈ ഒരു ജെൻഡർ ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ച് ബക്ലി ഹാൻഡ് സെന്റർ ഫോർ ഇക്വിറ്റി ആൻഡ് ജെൻഡർ ലീഡർഷിപ്പ് ഒരു 133 AI സിസ്റ്റത്തിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തെളിയുന്നത് 44%, അതായത് ഏകദേശം 58ഓളം AI സിസ്റ്റം ജെൻഡർ ബയാസ് കാണിക്കുന്നു എന്നും 25% റേഷ്യൽ ആൻഡ് ജെൻഡർ ബയാസ് കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായി ആ പഠനം തെളിയിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്നത്, ഒന്ന്, ആപ്പിളിൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റുകൾ പലതാണ്. ഇപ്പം നിങ്ങൾ ക്രെഡിറ്റ് ബി അടക്കമുള്ള ഏത് ലോൺ ആപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്പേഴ്സൺസിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട, തരുന്ന ക്രെഡിറ്റ് ലിമിറ്റ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അത് എപ്പോഴും ആരായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായി ക്രെഡിറ്റ് ലിമിറ്റ് പ്രകാരം 2019 തൊട്ട് ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സമാനമായിക്കൊണ്ടാണ് ഡിജിറ്റൽ അസിസ്റ്റീവ് സിസ്റ്റങ്ങളെല്ലാം തന്നെ സ്ത്രീകളുടെ ശബ്ദത്തിൽ തന്നെ മാൻഡേറ്ററി ആയിക്കൊണ്ട് ആദ്യ കാലത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. 2019 യുനെസ്കോ നടത്തിയൊരു ഈ സബ്വേഴ്സീവ്നെസ്സിനെ കുറിച്ച് നടത്തിയൊരു പഠനത്തിനകത്ത് സിറിയോട് പറഞ്ഞു യു ആർ എ സ്ലട്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിറി തിരിച്ചു കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഐ വുഡ് ബ്ലഷ് ഇഫ് ഐ കുഡ് എന്നാണ് സിരി തിരിച്ചു കൊടുത്തൊരു മറുപടി എന്ന് പറയുന്നത്. അലക്സയോട് ഇത് പറയുമ്പം അലക്സ തിരിച്ചു പറയുന്നത് വെൽ താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക് എന്നാണ് അലക്സ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്തരത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജെൻഡേർഡ് ഒപ്രഷൻ ആയിട്ട് മാറുന്നുണ്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ഡോക്ടർ മാളവിക. താങ്ക് യു ദിനു. എനിക്കൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡസൻ ലീഡ് ടു ആർട്ടിഫിഷ്യൽ ജെൻഡേർഡ് ഒപ്രഷൻ, ഇറ്റ് ലീഡ്സ് ടു വെരി റിയൽ ജെൻഡേർഡ് ഒപ്രഷൻ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇത് കുറേ വർഷം, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 വർഷമായിട്ട് AI ആൻഡ് ഇൻഇക്വാലിറ്റി എന്നുള്ള ഡൊമൈനിൽ ഒരുപാട് ലേഖനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ലേഖനങ്ങൾ വരുന്നത് എനിക്ക് അതുപോലെ ഐ ഡിസഗ്രീ വിത്ത് ദോസ് സ്റ്റാറ്റിസ്റ്റിക്സ്. കാരണം ഇഫ് യു ലുക്കിംഗ് ഇൻ ജനറൽ ആറ്റ് how race functions within the context of AI, 25% നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ഫോണുകളിലുള്ള ഫിൽറ്ററുകളുടെ കാര്യം നോക്കാൻ, മേക്ക് മീ എ മാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മേക്ക് മീ എ വുമൺ, നമ്മൾ ഈ ഇടയ്ക്ക് ജിബ്ലിയുടെ കാര്യത്തിലാണെങ്കിലും ശരി എത്രയോ ടോൺസ് നമ്മൾ ലൈറ്റർ ആക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ റേഷ്യൽ ഇക്വാലിറ്റിയിൽ 25% AI സൈറ്റ്സ് എനിക്ക് തോന്നുന്നില്ല, മേ ബി മോർ ദാൻ 50% അല്ലെങ്കിൽ പ്രോബബ്ലി അറൗണ്ട് 75% ആ ഒരു ബയസ് ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ്. പക്ഷേ ഇറ്റ്സ് ഓൾസോ വെരി ഡേഞ്ചറസ് ഇൻ ടേംസ് ഓഫ് ഇന്റർ ജനറേഷണൽ ഒപ്രഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അലക്സ യൂസ് ചെയ്യുന്ന വീടുകളിൽ, സിരി യൂസ് ചെയ്യുന്ന വീടുകളിൽ നിങ്ങളുടെ ഏതൊരു ഡിമാൻഡിനും റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഫീമെയിൽ വോയിസ് ഉള്ള ഒരു അലക്സയെ കേട്ട് വളരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്തരമായിട്ട് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് ആരോടാണ് പറയേണ്ടത്? തിരിച്ച് അതിന് സബ്സർവിയൻ്റ് ആയിട്ട് ഡോമിനേറ്റഡ് ആയിട്ട് ഭയങ്കര വിൽഫുൾ ആയിട്ട് ഡോമിനേറ്റഡ് ആകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രൈണ വോയിസിൽ റെസ്പോൺസ് വരികയാണ്. ലൈറ്റ് ഇടാൻ പറയുമ്പോൾ ലൈറ്റ് ഇടുന്ന, ലോക്ക് ചെയ്യാൻ പറയുമ്പം ലോക്ക് ചെയ്യുന്ന. അപ്പം ആരാണ് ഈ ജെൻഡർ റോള് പെർഫോം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു സിഗ്നലിംഗ് അടുത്ത ജനറേഷന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇന്റർസെക്ഷണൽ മാത്രമല്ല, ഇന്റർ ജനറേഷണൽ ഓപ്പറേഷൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതേ സമയം നമ്മൾ നോക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, എത്ര AI നിർമ്മിക്കുന്ന, ഞാൻ ഇത് കൃത്രിമ ബുദ്ധിയല്ല നിർമ്മിത ബുദ്ധിയാണ്, ചോംസ്കി ഒക്കെ പറയുന്നത് പോലെ വളരെ എഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്ലേജറിസം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാൻ പറ്റുന്ന ലെവലിലെ AI ഇന്ന് എത്തിയിട്ടുള്ളൂ. മേ ബി മുമ്പോട്ട് പോകുമ്പോൾ ഇത് പറയുമ്പോൾ തന്നെ AI നമ്മൾ യൂസ് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യരുതെന്നോ അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നോട്ട് വിത്തൗട്ട് ക്രിട്ടിക്, നോട്ട് വിത്തൗട്ട് എക്സ്പ്ലോറിങ് ദി ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് AI. ഇത് നിരന്തരമായിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെവറൽ ഫെമിനിസ്റ്റുകൾ, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻറ്റ് മറിയ എസഗ്വേറ, ബ്രസീലിയൻ AI ഫിലോസഫറാണ്, അവർ നിരന്തരം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ സോഷ്യൽ റീപ്രൊഡക്ഷൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ തിതി ഭട്ടാചാര്യയുടെ നാൻസി ഫ്രേസറുടെ തിയറിയാണ്. അവർ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വേജസ് എപ്പോഴും ലോ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വേതനം, ശമ്പളം എപ്പോഴും നമ്മൾ കുറച്ച് വെക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ പുറകിൽ വലിയൊരു ജെൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ആസ്പെക്റ്റ് ഉണ്ട്. ഇതൊരു ഫാക്ടറി വർക്കറിന് ഫാക്ടറിയിൽ പോയിട്ട് ജോലി എടുക്കുമ്പോൾ അയാൾക്ക് ഇന്ന മേ ബി ഒരു 3000 രൂപ 4000 രൂപ, ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറയുന്നത്, അയാൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് അയാളുടെ എല്ലാ മീൽസും
വെളിയിൽ നിന്ന് കഴിക്കണമെങ്കിൽ, അയാളുടെ ലോണ്ട്രി വെളിയിൽ നിന്ന് ചെയ്യണമെങ്കിൽ, അയാൾക്ക് ഹയേർഡ് ഹെൽപ്പ് വെളിയിൽ നിന്നൊരു ജോലിക്കാരനെയോ ജോലിക്കാരിയോ വെച്ച് അയാളുടെ വീട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ 3000-4000 രൂപയിൽ അയാൾക്ക് വേതനം മതിയാകുമോ? ദ ആൻസർ ഇസ് മതിയാകില്ല. അതുകൊണ്ട് ഒരു അൺപെയ്ഡ് വുമൺ ലേബറർ വീട്ടിൽ വേണം, ഹു യു റെഫർ ടു ആസ് എ വൈഫ്. ആ സ്ത്രീ ആ വീട്ടിലുണ്ട്, ഈ ജോലികൾ മുഴുവൻ അദ്ദേഹത്തിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നതും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതും ചൈൽഡ് റെയറിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ 3000-4000 രൂപയിലൊക്കെ ജീവിക്കാൻ പറ്റുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഫാക്ടറി ഓണറിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നിരന്തരമായിട്ട് വേതനം താഴ്ത്തി തന്നെ വെക്കാൻ പറ്റും. അപ്പം ദ ഹോൾ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഇൻ മെനി വേസ് റെസ്റ്റ് ഓൺ ദി അൺപെയ്ഡ് ലേബർ ഓഫ് വിമൻ. ഇങ്ങനെ ഇതൊരു ഭയങ്കര ഇൻവിസിബിളൈസ്ഡ് ആയിട്ടൊരു ലേബറാണ്. ഒന്ന്, ഇതേ കാര്യം, ഇതേ സോഷ്യൽ റീപ്രൊഡക്ഷൻ തിയറി നമ്മൾ AI ഫീൽഡിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വർക്ക് ഓട്ടോമേറ്റഡും ഡിജിറ്റൈസ്ഡും ആകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ആരുടെ വർക്ക് ആയിരിക്കും കുറെ കൂടെ ഡീവാല്യൂഡ് ആകുന്നത് എന്നുള്ള ചോദ്യം വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയി മാറും. ഓൾറെഡി കുറഞ്ഞു നിൽക്കുന്ന വേതനം, ഇതൊരു ഫാക്ടറി വർക്കറിന്റെ കാര്യത്തിലാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നതെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ വേതനത്തിന്റെ കാര്യത്തിൽ ആലോചിച്ചാൽ മതി. ഈ വർക്ക് നമ്മൾ ചെയ്യുന്ന ജോലികൾ ഓട്ടോമേറ്റഡ് ആയി മാറുമ്പോൾ അതിൽ വിത്ത് മോർ ആൻഡ് മോർ യൂസ് ഓഫ് AI സംഭവിക്കാൻ പോകുന്നത് ഫർദർ ഒരു ലെവലിൽ ഡിവാലുവേഷൻ ഓഫ് വർക്ക് നടക്കും. ആ ഡിവാലുവേഷൻ ഓഫ് വർക്ക് വളരെ കൃത്യമായിട്ട് ജെൻഡേർഡ് ആയിട്ടുള്ള ഡിവാലുവേഷൻ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഒന്ന്. രണ്ട്, വേതനങ്ങൾ കുറയുമ്പോൾ ആരുടെ വേതനമായിരിക്കും കൂടുതൽ കുറയുന്നത്? there will be an augmentation of the decreased labor of decreased wages that are given to women. ഇത് രണ്ടും സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇത് വായിക്കുമ്പോൾ ജെൻഡേർഡ് ക്യാപിറ്റലിസത്തിന്റെ ഫങ്ഷനിങ്ങുമായിട്ട് ചേർത്താണ് ഒന്ന് വായിക്കേണ്ടത്. രണ്ട്, ഇത് ഇന്റർസെക്ഷണൽ ആയിട്ട് തന്നെയാണ് വായിക്കേണ്ടത്. ആരാണ് ഈ ജോലികൾ ചെയ്യുന്നത്? ഇപ്പം കുറച്ചല്ല, ഏകദേശം ഒരു എൻ്റെ എപ്പോഴുള്ള വിചാരം എനിക്ക് 30 വയസ്സാണെന്നാണ്. അപ്പം ഞാൻ എപ്പോഴും 5 വർഷം പുറകെ എന്ന് പറയും. ദാറ്റ് ഐ എം 36, ഐ ഡോണ്ട് റിമെമ്പർ. സോ ഒരു 10 വർഷം മുമ്പേ ഞാൻ പാർട്ടിയുടെ പേരെടുക്കുന്നില്ല, പുതിയൊരു പാർട്ടി ഡൽഹി ഗവൺമെൻറ്റിൽ വന്ന സമയത്ത് നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ JNUവിലെ കുറേ സ്റ്റുഡൻസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആൾനൂഴി എന്നാണെന്ന് തോന്നുന്നു അല്ലെ, സുവേജ് പിറ്റിൽ ഇറങ്ങേണ്ടി വരുന്ന, ആൾനൂഴികളിൽ ഇറങ്ങേണ്ടി വരുന്ന, അതിലും 99% ദളിത് ആണുങ്ങളാണ് ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഈ ജോലികളിൽ നിന്ന് മാറ്റണം, ഇത് ഓട്ടോമറ്റൈസ്, നിങ്ങൾ എന്തെങ്കിലും ഓട്ടോമറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യണം, ഇത് മാനുവൽ ലേബറിൽ നിന്ന് മാറ്റണം നമ്മൾ വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുകയാണ്. ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയൊരു പാർട്ടി, XOY പാർട്ടി വന്നു, ഇത് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കുറെ ഇവർ മെഷീൻ യൂസ് ചെയ്തിട്ട് ഈ സുവേജ് ഹോൾ ക്ലീനിങ് നടത്തി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന എന്താ, ഞങ്ങളുടെ ഭയങ്കര മണ്ടത്തരത്തിൽ ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ വലിയ വിക്ടറിയാണ്. കാരണം ഈ വിക്ടറി എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്, ദളിത് മനുഷ്യർ ഈ ഒരു ക്ലീനിങ് വർക്കിൽ കയറണ്ടല്ലോ. എന്നാൽ ഈ സഫായി കർമ്മചാരീസ് നമ്മുടെ ലീഡേഴ്സിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ജോലി കൂടെ പോയി. കാരണം ഈ മെഷീൻ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ മനുഷ്യരെ അല്ല മെഷീൻ യൂസ് ചെയ്യാൻ ട്രെയിൻ ചെയ്യുന്നത്, ഇവർക്ക് വേറെ ഒരു സെറ്റ് ഓഫ് മനുഷ്യർ, നോൺ ദളിത് ജാതികളുടെ മനുഷ്യരെ കൊണ്ടുവന്നിട്ടാണ് ഈ മെക്കനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നത്. കാരണം ഇപ്പൊ സ്വിച്ച് ഇട്ടാൽ മതി, നേരത്തെ ആൾനൂഴിയിൽ ഇറങ്ങി ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പൊ സ്വിച്ച് ഇടുന്ന ജോലി ആയപ്പം ഇറ്റ് കൈൻഡ് ഓഫ് ആ ഒരു വർക്ക് ഇറ്റ് ഗോട്ട് ട്രാൻസ്ഫർ ടു അനദർ കമ്മ്യൂണിറ്റി. അപ്പം നമ്മൾ എന്താണ് ഓട്ടോമേഷനിൽ വരുമ്പോൾ ഏത് മനുഷ്യരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യം വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ വർക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫേർഡ് ആകുമ്പോൾ അവിടെ വരുന്ന ഫെമിനൈസേഷൻ അല്ലെങ്കിൽ ദളിതൈസേഷൻ ഓഫ് ലേബർ ഓർ ദി അതർ വേ അറൗണ്ട്, സവർണൈസേഷൻ ഓഫ് ലേബർ ഓർ ദ പേട്രിയാർക്കലൈസേഷൻ ഓഫ് ലേബർ നമ്മൾ കണക്കിലെടുക്കാതെയാണോ ഇത് ചെയ്യുന്നത്? ഒന്ന്. രണ്ട്, ഇതേ ഇഷ്യൂവിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യമാണ് ഈ വേതനത്തിൽ വന്ന ചേഞ്ചും. ഈ മനുഷ്യർക്ക് ആൾനൂഴിയിൽ ഇറങ്ങി ജോലി ചെയ്യുന്നതിന് കൊടുത്തോണ്ടിരുന്ന വളരെ തുച്ഛമായിട്ടുള്ള വേതനവും ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അത് സ്കിൽഡ് ലേബറിലേക്ക് പോകുമ്പോൾ അതിന് കിട്ടുന്ന വേതനവും തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ AI കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏതൊക്കെ വർക്ക് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനാണ് കൂടുതൽ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നത്, ഏതിനാണ് കിട്ടാത്തത്? ദീസ് ക്വസ്റ്റ്യൻസ് നീഡ് ടു ബി റേസ്ഡ് പെർട്ടിക്കുലർലി ഇൻ ഇന്ത്യ വേർ വി ഹാവ്
മെനി ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും തമാശയായിട്ട് തോന്നുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്ത് കൈൻഡ് ഓഫ് വർക്കാണ് AI വെച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? AI വെച്ചിട്ട് നിങ്ങൾ വീട്ടിലെ ഹൗസ് ഹോൾഡ് ചോർസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? AI കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? കവിത എഴുതുന്നവരുടെ വരികൾ നമ്മൾ മോഷ്ടിക്കും. പല ഗ്രാഫിക് ആർട്ടിസ്റ്റുകളുടെ ഇമേജസ് ഒരുമിച്ച് വെച്ച് ഒരു കൊളാഷ് ചെയ്ത് പുതിയൊരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇവരുടെ ഒരു ഇന്റലക്ച്വൽ ലേബർ ഉണ്ടല്ലോ. അപ്പൊ ഇന്റലക്ച്വൽ ലേബറും ലെഷറും തമ്മിലുള്ള കണക്ഷൻസ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത കാര്യമാണ്. അപ്പൊ ഈ ലെഷർ എന്നുള്ളത് ആർക്കാണ് ഇപ്പോഴും അവൈലബിൾ ആകുന്നത്? Is it available to a woman who is still engrossed because of her gender role as a homemaker? ഈ ലെഷർ കുറെ കൂടെ കൊടുക്കുന്നത് ഏത് ജെൻഡറിൽ പെട്ട ആൾക്കാർക്കാണ് എന്നുള്ള ചോദ്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. രണ്ട്, നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ ഏത് കൈൻഡ് ഓഫ് വർക്കാണ് നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ക്രിയേറ്റീവ് ലേബറിനെ ഓട്ടോമേറ്റ് ചെയ്ത് പ്ലേജറിസത്തിൻ്റെ ഏറ്റവും ഇൻട്രിക്കേറ്റ് ആയിട്ട് അത് നടത്താൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക്ഡ് ആയിട്ട് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? അതോ എവ്രിഡേ യൂസ് ഓഫ് AI വെച്ചിട്ട് നിങ്ങൾ വേറെ ഇതുപോലെയുള്ള ജോലികളിലുള്ള ഏറ്റവും റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മൊണോട്ടോണസ് ആയിട്ടുള്ള ജോലികളിൽ നിന്ന് മനുഷ്യരെ, പർട്ടിക്കുലർലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരെ വിമോചിപ്പിച്ചിട്ട് അവർക്ക് ലെഷർ അനുഭവിക്കാനുള്ള, അവർക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. താങ്ക് യു. അപ്പം പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ അലക്സ എന്ന് പറയേണ്ട ഒരു സ്പേസും കൂടെ ഈ ജെൻഡർ റോൾ ബൈനറികൾ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നുണ്ട്, റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ലേബറും ഒക്കെ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു വളരെ കാലങ്ങളായിക്കൊണ്ട് സ്റ്റെം ഫീൽഡും ICTയും ഒക്കെ ഉള്ള ഫീൽഡുകൾക്കകത്തുള്ള ജെൻഡർ ഗ്യാപ്പ് നമുക്കറിയാം. ആ ഗ്യാപ്പ് ഒരു പക്ഷേ AI ടെക്നോളജിയുടെ അകത്തേക്കും പെർപ്പച്വേറ്റ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾക്കറിയാവുന്നതാണ്. ഇപ്പം മെക്കിൻസി ഒക്കെ നടത്തിയ പഠനങ്ങൾ, ഡൈവേഴ്സിറ്റി മാറ്റേഴ്സ് അടക്കമുള്ള പഠനങ്ങൾ നിരന്തരം തെളിയിക്കുന്നത് സ്ത്രീകളെയും മാർജിനലൈസ്ഡ് ആളുകളെയും നിങ്ങൾ എംപ്ലോയ്മെന്റിലേക്ക് എടുക്കുന്ന സമയത്ത് കമ്പനികളുടെ പ്രോഫിറ്റ് 70% മുകളിൽ പോകുന്ന അത്ര തരത്തിലുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനുകൾ സ്ത്രീകൾ നടത്തുന്നു എന്നുള്ളതും മാർജിനലൈസ് മനുഷ്യർ നടത്തുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ പ്രോഫിറ്റ് പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ അവരെ എടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ DNI പോളിസി ഉണ്ടായിട്ട് പോലുമുള്ള അവസ്ഥ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതൊന്നും നമ്മൾ AIയുടെ സോക്കോൾഡ് കുറ്റം മാത്രം പറഞ്ഞിരുന്നാൽ, ക്രിട്ടിക് അതെ പറഞ്ഞിരുന്നാൽ AI കമ്പനികൾ കേസ് കൊടുക്കാൻ സാധ്യതകൾ, സെഷനെതിരെ കേസ് കൊടുക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്ന രീതിയിൽ, നിരന്തരം ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് AIയും ഫെമിനിസവും തമ്മിലുള്ള പ്രതീക്ഷകൾ ഡോക്ടർ വിനീത തമ്പി ബാക്കി വയ്ക്കുന്നത്? പ്രതീക്ഷയും പോസിറ്റീവായ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ, ഇത് ഡോണ ഹരാവയുടെ വർക്കിൽ നിന്നുള്ളൊരു തുടർച്ചയാണ്. അവർ പറയുന്നത് ടെക്നോഫോബിയയും പാടില്ല, പേടിക്കാൻ പാടില്ല, ടെക്നോഫിലിയയും പാടില്ല. ടെക്നോളജി നമ്മളെ രക്ഷകൻ എത്തിയിരിക്കുന്നു, നമ്മളെ രക്ഷിക്കും, അങ്ങനെയുള്ളൊരു ബന്ധമല്ല അത്. അപ്പോൾ അത് അവർ ശരിക്കും നമുക്ക് തോന്നും അത് വായിക്കുമ്പോൾ ഐഡൻറ്റിറ്റിയാണ്, പലതരം ഐഡൻറ്റിറ്റിയുടെ ചോദ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു പോസ്റ്റ് മോഡേൺ പൊസിഷൻ ആണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് പൊസിഷനായിട്ടാണ് ഞാൻ അതിനെ റീഡ് ചെയ്യുന്നത്. കാര്യം അവർ പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷനും ഉപയോഗവും ഒക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, ഇതിൻ്റെ അകത്ത് നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷനെ എല്ലാം മനസ്സിലാക്കുക, അതിനെതിരെ ആളുകളെ അവെയറാക്കുക, റെസിസ്റ്റ് ചെയ്യുക. ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യം, ഇതിൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കര പ്രധാനമാണ്. ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്ത് ലാഭമാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്, പ്രൊഡക്ഷൻ സിസ്റ്റംസ് എന്താണ്, അത് നോക്കുക എന്നുള്ളത്. പോസിറ്റീവായ കുറേ കാര്യങ്ങൾ ഒരു ഡിജിറ്റൽ കാലഘട്ടം ഉണ്ടാക്കിയ, ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിനുണ്ടാക്കിയ വലിയ സംഭാവനയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം മില്യൺസ് ഓഫ് വിമൻ ലോകത്തൊട്ടാകെ മീറ്റു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി. ആ ഡിജിറ്റലായ ഒരു സ്ഥലം കൊടുക്കുന്ന അനോണിമിറ്റിയുടെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടാണ് ലോകം ഒട്ടാകെ
അത്രയധികം, അത് ഓരോ പ്രദേശത്തും അവരവരുടേതായ ഭാഷയിൽ, ചൈനയിൽ ചൈനീസ് ലാംഗ്വേജിലും മറ്റു പല സ്ഥലങ്ങളിലും സ്പെയിനിലും ഒക്കെ പ്രൊട്ടസ്റ്റുകളും എഴുത്തുകളും ഒക്കെ വന്നിട്ട് ഇന്നിപ്പം മീറ്റുവിനെ പറ്റി അറിയാൻ മേലാത്ത ആരും ഇല്ലല്ലോ, ഒരു പ്രായത്തിലുള്ളവരും ഇല്ല. ഇത്രയധികം പോപ്പുലാരിറ്റി ഉള്ള ഒരു ഗ്ലോബൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മീറ്റു ഉണ്ടാക്കി. അപ്പോൾ ഈ മീറ്റു വന്ന സമയത്ത് പിന്നെ നമ്മളെല്ലാവരും ടെക്നോളജി ക്വസ്റ്റ്യനും ഫെമിനിസം ക്വസ്റ്റ്യനും തിരിച്ചെടുത്തു. അപ്പോൾ 2000-കളൊക്കെ തൊട്ട് തന്നെ ഈ പറഞ്ഞ ഇൻ്റർസെക്ഷണൽ ഫെമിനിസം ഉണ്ടാക്കിയ ഒരു ധാരണ എന്ന് പറയുന്നത് സ്ത്രീകളവിടെ ഇല്ല, ഇങ്ങനെ ഒരേ അനുഭവമുള്ള സ്ത്രീകളില്ലല്ലോ, എല്ലാവരും ഒട്ടനവധി സാഹചര്യങ്ങളും ഐഡൻറ്റിറ്റീസും ഷേപ്പ് ചെയ്യപ്പെട്ട ആളുകളാണ്. പക്ഷെ മീ ടു 2015 തൊട്ട് ആഞ്ഞടിച്ച് വന്നപ്പോൾ മനസ്സിലായൊരു കാര്യം, സെക്ഷുവൽ ഹറാസ്മെൻ്റ് എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ സ്ത്രീകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കുന്നതാണ്. അത് ലാറ്റിൻ അമേരിക്കയിലാണെങ്കിൽ യു ഉനാമിനോസ് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രക്ഷോഭമായിട്ടാണ് അത് മാറിയത്. അർജൻറ്റീനയിൽ തുടങ്ങി, അതിനുശേഷം ചിലയിലേക്ക് അത് വന്നു, മെക്സിക്കോയിൽ, അങ്ങനെ പിന്നെ സ്പെയിനിൽ ഒക്കെ ഇങ്ങനെ അത് പടരുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു വലിയ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു, ഈ ടെക്നോളജി എനേബിൾ ചെയ്ത ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. വേറൊന്ന്, സംഘടിക്കുക എന്ന് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം എടുക്കൂ. സംഘടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട ഒട്ടനവധി സാഹചര്യങ്ങൾ ഉണ്ട്. പണം തന്നെ വേണം സംഘടിക്കാൻ, അനുമതി വേണം പല സ്ത്രീകൾക്കും പുറത്തിറങ്ങാൻ. അപ്പം അങ്ങനെ സംഘടിക്കാനായിട്ട് പറ്റുന്ന തരത്തിലേക്ക്, ഇപ്പം മൂന്നാറിൽ ഉദാഹരണത്തിന് 2015 പൊമ്പിളയൊരുമയുടെ സമരം നടക്കുന്നു. ഈ ഫോൺ ഉപയോഗിച്ചും മെസ്സേജസും വഴിയാണ് ഓരോ ദിവസവും ഏത് എസ്റ്റേറ്റിൽ നിന്ന് സ്ത്രീകൾ വരണം, സമരം ചെയ്യണം എന്നുള്ള. അല്ലെങ്കിൽ മൂന്നാറിൻ്റെ ജോഗ്രഫി, ഈ ടാറ്റയുടെ ടീ എസ്റ്റേറ്റുകളുടെ ജോഗ്രഫി അറിയുന്നവർക്കറിയാം, അത് എളുപ്പമല്ല. നിങ്ങൾക്ക് ഒരു എസ്റ്റേറ്റിൽ നിന്ന് വേറൊരു എസ്റ്റേറ്റിലോട്ട് പോകാൻ പിന്നെ ട്രാൻസ്പോർട്ടേഷനൊന്നും അവിടെ ഇല്ല, അത് കമ്പനിയുടെ വണ്ടികളേ ഉള്ളൂ. സമരക്കാരെ കമ്പനി അങ്ങനെ കഷ്ടപ്പെട്ട് കാശ് മുടക്കി കൊണ്ടുപോയി ഇരുത്തത്തില്ല. അപ്പോൾ അങ്ങനെ സമരം ചെയ്യാൻ ഒക്കെയുള്ള ഒരു സംഘാടനത്തിന്, അതുപോലെ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ അത് രാഷ്ട്രീയത്തിലുള്ള പാർലമെൻറ്റേറിയൻസും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളായിരുന്നു ഏഷ്യ പസഫിക് റീജിയണിൽ. അവർ പറഞ്ഞത് സ്റ്റേറ്റിൻ്റെ വയലൻസ് പല സ്ഥലങ്ങളിലും അത്യധികമാണ്, സർവൈലൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം ഈ ടെക്നോളജി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ജാസ്മിൻ റെവല്യൂഷൻ ഈജിപ്തിൽ ഒക്കെ തന്നെ ടെക്നോളജി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ടെക്നോളജിയെ എങ്ങനെ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ട്, അപകടങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൗൺസിലിങ് ഇപ്പം സംവിധാനങ്ങൾ അതൊക്കെ തന്നെ ഓൺലൈനിലും ഒക്കെ ഉണ്ട്. പിന്നെ ട്രാൻസ്നാഷണൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു മൂലയ്ക്ക് നടക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി എല്ലാവരും അതിലേക്ക് പങ്കെടുക്കുകയും കക്ഷി ചേരുകയും സോളിഡാരിറ്റി കൊടുക്കുകയും അതിന് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ, വോയിസസിനെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളുടെയും പല ഗ്രൂപ്പുകളുടെയും വോയിസസിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി മെച്ചങ്ങൾ ഇപ്പം തന്നെ ഇവിടെ ഈ പ്രോഗ്രാം ഷെഡ്യൂൾ നമ്മളുടെ ഓൺലൈനിലുണ്ട്, നമ്മളത് ഡൗൺലോഡ് ചെയ്തു നോക്കുന്നു. മിക്ക കാര്യങ്ങളിലും പല മീറ്റിങ്സും ഓൺലൈനിലാണ് നടക്കുന്നത്. അപ്പം ആ തരത്തിൽ ഒത്തിരി മെറ്റീരിയൽ ഇപ്പം നമുക്കൊക്കെ മാളവികയ്ക്കും ദിനുവിനും എനിക്കും ഒക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്, ദിനു തുടങ്ങിയത് തന്നെ ChatGPT ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി സംസാരിക്കാൻ പോലും നമുക്ക് ഈ മെറ്റീരിയൽ പല സ്ഥലങ്ങളിലുള്ള ഗവേഷകർ ചെയ്യുന്ന വർക്കിനെ പറ്റിയൊക്കെ നമുക്ക് ഈ ഒരു അറിവ് കിട്ടുന്നതിനുള്ള അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ സാധ്യതകൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നോക്കിയാൽ ഒട്ടനവധി. ഞാനിപ്പം സമയം കുറവ് കൊണ്ടാണ് അത് ലിസ്റ്റ് ചെയ്താൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ച വളരെ ശക്തമായി ചാനലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ സമയത്താണ് എൻ്റെ കോ പാനലിസ്റ്റായ അലീന ആകാശമിട്ടായി വളരെ കൃത്യമായ നിലപാടുകളിലുള്ള ഒരു ദളിത് പോയിട്ടാണ്. അപ്പോൾ അലീന ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ക്യാമറ ഉണ്ടല്ലോ, ഈ നിറത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചാനൽ വെച്ച ക്യാമറ, ഈ ക്യാമറ കാണിക്കുന്നത് എൻ്റെ ഒറിജിനൽ നിറമല്ല എന്നാണ് അലീന ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാണ് എൻ്റെ നിറം ഒപ്പാൻ പറ്റുന്ന ഒരു ക്യാമറ നിങ്ങളുടെ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അലീന ചോദിച്ചൊരു ചോദ്യം. നമ്മൾ ഫേഷ്യൽ റെക്കഗ്നീഷൻ, കൊമേഴ്സ്യൽ ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം AI ജനറേറ്റ് ചെയ്യുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 99% വൈറ്റ് മെയിൽ ഫേസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതേ സമയത്ത് ബ്ലാക്ക് ഫേസുകളോട് വീണ്ടും വീണ്ടും ഇത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയും സംശയം കാണിക്കുകയും ചെയ്യുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാവുന്ന ഒരു സ്പേസ് ആണ് അത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അടുത്താണ് ധീരജ് സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ളത്. ആ ദളിത് സ്കോളർ ChatGPT-യുടെ അകത്തോ ജെമിനിയുടെ അകത്തോ എങ്ങാണ്ട് കരിക്കുലം വീറ്റ ഇട്ടിട്ട് ഇതൊന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ധീരജ് സിംഹയെ പിടിച്ച് ഈ ChatGPT-യോ ജെമിനിയോ ആണ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ AI പേര് മാറ്റി ധീരജ് ശർമ്മ എന്നാക്കി. ഓക്കെ, അപ്പൊ സിംഹയെ പിടിച്ച് ശർമ്മയാക്കാൻ വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ കണ്ടപ്പോൾ തോന്നിക്കാണും മറിറ്റോറിയസ് ആവണമെങ്കിൽ എന്തായാലും ശർമ്മയാവണല്ലോ എന്ന് പിടിച്ച് ശർമ്മയാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മളൊക്കെ തന്നെ ജെമിനിയിൽ പലപ്പോഴും ഫോട്ടോ ഇട്ടൊന്ന് ക്ലാരിറ്റി കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാരിറ്റി മീൻസ് വെള്ള ഫെയർനെസ് എന്നുള്ള വെള്ള ഈക്വൽ ടു ഫെയർനെസ്സിലേക്ക് മാറ്റുകയും, ഞാൻ എത്രയോ പ്രാവശ്യം ജെമിനിയായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ഏത് മനുഷ്യരെയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ കറുപ്പിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇന്റർസെക്ഷണൽ ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈവൻ AI ജനറേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതം വർക്ക് ചെയ്യുന്ന ഡേറ്റിംഗ് ആപ്പുകൾ എടുത്താൽ, അരികെ മലയാളികൾ ഡേറ്റ് ചെയ്യുന്ന ഇടം എന്ന് പറയുന്ന സമയത്ത് മലയാളി നായർ ഡേറ്റ് ചെയ്യുന്ന ഇടവും മലയാളി ദളിതിന് അപ്പുറത്ത് ഡേറ്റ് ചെയ്യുന്ന ഇടവും കാസ്റ്റും ഒക്കെ ചോദിക്കുന്നു. ഷാദി.com ഇതുപോലെ അൽഗോരിതം വർക്ക് ചെയ്യുന്ന സമയത്ത് റീസെന്റ് ഞാൻ കണ്ട ഒരു ആഡാണ്, ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകൾ പാടില്ല, SC/ST പാടില്ല. ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിൽ AI എങ്ങനെയാണ് ഇന്റർസെക്ഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയത്തോട് ഇടപെടുന്നത് എന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് രണ്ട് രീതിക്കും, അതായത് എൻ്റെ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ്, ഞാനിപ്പോൾ ഒരു ദളിത് ബഹുജൻ വുമൺ ആയിട്ട് കേരളത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ബീഹാറിൽ നടക്കുന്ന ഒരു ബഹുജൻ മൂവ്മെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ, അവരുടെ ഇഷ്യൂസ് ഇതുപോലത്തെ ഒരു വേദിയിൽ പറയണമെങ്കിലും, വലിയൊരു മൂവ്മെൻറ്റ് ഇപ്പം ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മഹാദളിത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് സാനിറ്റേഷൻ വർക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യർ മാത്രം ചെയ്യേണ്ടതല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? മെയിൻ സ്ട്രീം മീഡിയയിൽ പലപ്പോഴും റിപ്പോർട്ട് പോലും വരുന്നില്ല. അപ്പം റിപ്പോർട്ട് പോലും വരാത്ത ഇടങ്ങളിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഫേസ്ബുക്കിലെ പോസ്റ്റ് വഴി അല്ലെങ്കിൽ വാട്സാപ്പ് കൂട്ടായ്മകൾ വഴിയാണ് ഇത് അറിയുന്നത്. അപ്പം ആ ഒരു രീതിയിലുള്ള സോളിഡാരിറ്റീസ്, അത് വിത്തിൻ കമ്മ്യൂണിറ്റീസ് മാത്രമല്ല, നമുക്കൊരു ലാർജർ ഫെമിനിസ്റ്റ് സോളിഡാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ടൂളായിട്ട് തന്നെയാണ് നമുക്ക് ഇതിന് പർട്ടിക്കുലർലി സോഷ്യൽ മീഡിയ യൂസ്ഫുൾ ആയിട്ടുണ്ട്. നേരത്തെ ഇവിടെ മീ ടു മൂവ്മെൻറ്റിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പം ഫോംസ് ഓഫ് നോളജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇൻ ജനറൽ, ഇപ്പം കൂണിൻ്റെ ഒക്കെ തിയറി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫോംസ് ഓഫ് നോളജ് ഒരു നോളജ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് വരികയും ആ നോളജ് പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ രണ്ട് രീതിക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു കൊളോണിയവൽക്കരണ പ്രക്രിയ നടക്കാൻ പറ്റും. ചിലവർക്ക് മാത്രം അധികാരം ഉള്ള അല്ലെങ്കിൽ ചിലവരുടെ മാത്രം അധികാരത്തെ പുനരാവിഷ്കരിക്കുന്ന, അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ ടെക്നോളജിക്ക് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടെക്നോളജിക്ക് ഇതിനെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും മാത്രമല്ല, ഇതിൻ്റെ ഓവർലാപ്സും നമ്മൾ കാണാറുണ്ട്. ഇതേ കാര്യമാണ് എയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിൽ പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്നിക്വാലിറ്റിയെ ഡീപ്പൻ ചെയ്യാനും പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്നിക്വാലിറ്റിയെ ഒരു ലെവൽ കൂടെ ഇൻക്രീസ് ചെയ്യാനും AI വളരെ വലിയ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവിടെ ഡേറ്റിംഗ് ആപ്പുകളുടെ കാര്യം പറഞ്ഞു. ഉത്തര ഗീത എന്ന് പറഞ്ഞ സ്പെയിനിലെ ഒവീഡോ യൂണിവേഴ്സിറ്റിയിലുള്ള റിസർച്ചറുടെ വർക്ക് കേരളത്തിലെ ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ ഡേറ്റിംഗ് ആപ്പുകൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഇത്ര 72 ജെൻഡേഴ്സ് എന്നുള്ളത് നമ്മൾക്ക് പലവർക്കും, പർട്ടിക്കുലർലി ജെൻസിയിലുള്ള മനുഷ്യർക്ക്, ജെൻസിയിലുള്ള മനുഷ്യർ വരെ അവരുടെ പാരൻസിന് മനസ്സിലാക്കി കൊടുത്തത് ഇവിടെ ഡേറ്റിംഗ് ആപ്പിൽ കൂടെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് കഴിഞ്ഞുണ്ടാകുന്ന ബന്ധങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി രീതിയിലുള്ള മീഡിയേഷനുകളും ഫിൽറ്ററുകളും, അത്
ഡിജിറ്റൽ ഫിൽറ്ററുകൾ മാത്രമല്ല, പേഴ്സൺ ടു പേഴ്സൺ ഫിൽറ്ററുകൾ വരെ അപ്ലൈ ചെയ്ത് വരുന്ന ഒരു ഡേറ്റിംഗ് കൾച്ചർ ഉണ്ടായി വരുന്നത്. അതൊരു സെൻസ് ഓഫ് അനോയിമിറ്റിയിൽ നിന്ന് മാത്രമല്ല അത് വരുന്നത്. ദർസ് എ സർട്ടൺ കൈൻഡ് ഓഫ് കാസ്റ്റ് ഇറേഷ്യർ അറ്റ് വർക്ക് which can be done very very effectively, and again heteronormativity-നെ വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ. അപ്പം ടോക്കൺ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ക്യൂർ ഡേറ്റിംഗ് നെറ്റ്വർക്ക്സ് നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ പോലും നമ്മൾ അവിടെയുള്ള അവർ നമ്മളോട് ചോദിക്കുന്ന, ഇപ്പം ഗ്രൈൻഡർ പോലുള്ള സാധനത്തിലോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ അപ്പോഴും ഹെറ്ററോനോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഓറിയന്റേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയാൽ മതി, ജെമിനിയിലോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിലോ, ഗിവ് മീ ദ ഇമേജ് ഓഫ് എ ഡോക്ടർ, ഗിവ് മീ ദ ഇമേജ് ഓഫ് എ എഞ്ചിനീയർ, ഗിവ് മീ ദ ഇമേജ് ഓഫ് എൻ IT പ്രൊഫഷണൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു വൈറ്റ് മെയിൽ താടിയുള്ള മൾട്ടിപ്പിൾ ഇമേജസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇനി ഇന്ത്യൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഹെയർഡ് ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ, അത് പോലീസ് ആളുടെ ആണെങ്കിലും ശരി, ഒരു CEO-യുടെ ആണെങ്കിലും ശരി, നിരന്തരമായിട്ട് ഈ ഒരു ഇമേജസ് തന്നോണ്ടിരിക്കും. പക്ഷേ ഈ ഒരു ഇമേജസ് എല്ലാം തന്നെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് അല്ല. കാരണം ഉൽപ്പാദിപ്പിക്കുന്നതല്ല. പല പല സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മെജോറിറ്റി റെപ്രസെൻറ്റേഷൻസ് ഉള്ളതിൽ നിന്ന് വലിച്ചെടുക്കുന്ന, ഗ്ലീൻ ചെയ്യുന്ന ഇമേജസ് ആണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വെബ് കൾച്ചറിൽ തന്നെ റേസിസ്റ്റ്, ഹെറ്ററോനോർമേറ്റീവ്, ക്യാപിറ്റലിസ്റ്റ് പേട്രിയാർക്കിയുടെ ഫങ്ഷനിങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ പലപ്പോഴും AI-യിൽ കാണുന്നത്. ഇതിൽ രസകരമായിട്ടൊരു എക്സാമ്പിൾ ഒരു ടെഡ് ടോക്കിൽ ഞാൻ കേട്ടതാണ്. അതിനകത്ത് ഗൂഗിൾ മാപ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്സ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള കാര്യമാണല്ലോ, നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറയുന്നു, ആ സ്ഥലത്തോട്ട് നമ്മളെ കൊണ്ടുവരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഐക്കൺസ് ഉണ്ടല്ലോ, ഇന്ന പെട്രോൾ പമ്പ്, ഇന്ന റെസ്റ്റോറൻറ്റ്. ഇത് US-ൽ ഒരു പഠനം നടന്നപ്പോൾ മനസ്സിലായത്, എവിടെയൊക്കെ ബ്ലാക്ക് റെസ്റ്റോറൻറ്റുകളുണ്ടോ ഇത് സ്കിപ്പ് ചെയ്തു പോകും, എവിടെയൊക്കെ ബ്ലാക്ക് ഓൺഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ഉണ്ടോ ഇത് സ്കിപ്പ് ചെയ്തു പോകും. റിവ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും 3 സ്റ്റാറുകളുള്ള ഒരു ബ്ലാക്ക് ഓൺഡ് എൻ്റർപ്രൈസോ ബ്ലാക്ക് ഓൺഡ് ആയിട്ടുള്ള കറുത്തവർഗ്ഗക്കാർ ഓൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റോ ഉണ്ടെങ്കിൽ, അതേപോലെ 3 സ്റ്റാർ ഉള്ള ഒരു വൈറ്റ് ഓൺഡ് റെസ്റ്റോറൻറ്റ് അതിൻ്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഓൺഡ് എൻ്റർപ്രൈസോ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് ഫൈൻഡ് മീ എ റെസ്റ്റോറൻറ്റ് നിയർ മീ. നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ, ഫൈൻഡ് മീ എ ഷോപ്പ് നിയർ മീ എന്ന് ചോദിച്ചാൽ ഇത് കറക്റ്റായിട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന ഈ വൈറ്റ് ഓൺഡ് റെസ്റ്റോറൻറ്റിലേക്കോ വൈറ്റ് ഓൺഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസിലോ ആയിരിക്കും. ഇത് വേണമെങ്കിൽ ഇവിടെ ഉള്ള ആർക്കെങ്കിലും റിസർച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ വുമൺ ഓൺഡ് റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ദളിത് ഓൺഡ് ബഹുജൻ ഓൺഡ് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു റിസർച്ച് വിഷയമായിട്ട് എടുക്കാം. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗൂഗിൾ മാപ്പ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സീമിംഗ്ലി ന്യൂട്രൽ, സീമിംഗ്ലി ഇന്നസെൻറ്റ് ടെക്നോളജി വരെ ഈ ഇനിക്വാലിറ്റീനെ പെർപെട്രേറ്റ് ചെയ്യാനും ഈ ഇനിക്വാലിറ്റീനെ റീഇൻഫോഴ്സ് ചെയ്യാനും വേണ്ടി അത് മനഃപൂർവ്വമായിട്ട് വരുന്നതല്ല. ടെക്നോളജി പലപ്പോഴും ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് ട്രാൻസ്പയേഴ്സ് ഇൻ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഇതൊരു ടു വേ ഡയലോഗ് ആണല്ലോ. കാരണം പ്രോംപ്റ്റുകൾ അനുസരിച്ചിട്ടാണല്ലോ AI ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മൾ എത്ര പേര് ആ പ്രോംപ്റ്റുകൾ കൊടുക്കുന്നു. നമ്മൾ ഓരോ പ്രാവശ്യവും ഗിവ് മീ ആൻ ഇമേജ് ഓഫ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു വെളുത്ത തൊലിയുള്ള സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ഒരു പുരുഷന്റെ പടം കാണിക്കുമ്പോൾ തിരിച്ച് നമ്മൾ AIയോട് പറയുക, show me the image. No, this is not a teacher, this is a white or fair skinned male. Show me the image of an actual Indian teacher. അപ്പോൾ വീണ്ടും ഒരു സവർണ പുരുഷന്റെ ഇമേജ് കാണിക്കുകയാണെങ്കിൽ വീണ്ടും AIയോട് പറയുക, ഇല്ല ഒരു സൗത്ത് ഇന്ത്യൻ ബ്രൗൺ സ്കിൻ ടീച്ചറുടെ ഇമേജ് നമ്മളെ കാണിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിച്ച് പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് AI തിരുത്താൻ പറ്റും. ഈ ഒരു പോസിബിലിറ്റി നമ്മൾ ടേക്കപ്പ് ചെയ്യണം. അങ്ങനെ മാത്രമേ ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് AI ടെക്നോളജി നടക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡാറ്റ ഫെമിനിസത്തിന്റെ എത്രത്തോളം റെലവൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ ചേർത്തിട്ട് തന്നെയാണ് ഡോക്ടർ മാളവിക സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു AI കുറിച്ചിട്ട് ഏറ്റവും മനോഹരവും ആഴത്തിലുമുള്ളൊരു പഠനം 2024 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വായിച്ചത്. നിങ്ങൾ എല്ലാവരും വായിക്കേണ്ട ഒരു ലേഖനമാണ്. ഡോക്ടർ ചിന്മയ് പാണ്ഡ്യ എന്ന് പറയുന്ന ദേവ് സാംസ്കൃത് വിശ്വവിദ്യാലയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എഴുതിയിട്ടുള്ള വൈസ് ചാൻസലർ എഴുതിയിട്ടുള്ള
ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇവർ ലണ്ടൻ എന്നൊക്കെയാണ് MRC സൈക്കോളജിയുടെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. ലേഖനത്തിൻ്റെ പേര് എന്ന് പറയുന്നത് എ ഹിന്ദു പെർസ്പെക്റ്റീവ് ഓൺ AI റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. അപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ AI ഉപയോഗിച്ച് എങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്നൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റൊരു വാദം എന്ന് പറയുന്നത് AI കാരണവും ധർമ്മവും മോക്ഷവും ഇല്ലാതാവും ഹിന്ദുക്കൾക്ക് എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പം AI യുഗത്തിനകത്തും വളരെ കൃത്യമായി കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ സവർണ രാഷ്ട്രീയം പേറുന്ന ആളുകൾ, ഹിന്ദുത്വവാദം പേറുന്ന ആളുകൾ AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പോലും ധർമ്മവും മോക്ഷത്തിനെ റീഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ഒരുപക്ഷെ 2011 ചന്ദ്രഭാനു പ്രസാദ് എന്ന് പറയുന്ന വളരെ എമിനൻ്റ് ആയിട്ടുള്ള ദളിത് ഓൺടർപ്രണർ ഇംഗ്ലീഷ് ഗോഡസ് എന്ന് പറഞ്ഞുകൊണ്ട് സിംഹത്തിൻ്റെയും കടുവയുടെയും മുകളിലൊന്നുമല്ല ഞങ്ങളുടെ ദൈവം ഇരിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ മേലെ കയറിയിട്ടാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഗോഡസ് ഇരിക്കുന്നത് ദളിതരുടെ എന്ന് പറഞ്ഞുകൊണ്ട് പെന്നും സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടിയുടെ മോഡലിൽ വെച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ മേലെ മതി, കടുവയുടെ മേലെ ഇരിക്കുന്ന ദൈവത്തിനൊക്കെ നിങ്ങൾ എടുത്തോളൂ, കമ്പ്യൂട്ടറിൻ്റെ മേലെ ഇരിക്കുന്ന ഗോഡസ് മതി ഞങ്ങൾക്ക് എന്ന് വളരെ കൃത്യമായി ചന്ദ്രഭാനു പ്രസാദ് ഒരുപക്ഷെ 2011 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഓഡിയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്കും അതിൽ നിന്നുള്ള പാനലിസ്റ്റുകളുടെ ആൻസേഴ്സിലേക്കും പോകാം. ഓവർ ടു യു. ഈ മാളവിക ടീച്ചറോടാണ്. 40കളിൽ സ്പിന്നിംഗ് മിൽ ഓട്ടോമേറ്റ് ചെയ്തപ്പോൾ ലുഡൈറ്റ്സ് വന്നു, എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട്. ഡു യു തിങ്ക് AI ലുഡൈറ്റ് വിൽ എമർജ് ബിക്കോസ് ഓഫ് ദി ഡിജിറ്റൽ പാട്രിയാർക്കി, digital oppression, digital suppression of data, digital disinformation, misinformation, digital perspectives, biased perspectives? Do you think a time will come when AI Luddite will emerge on the lines of 1940s? We already have AI Luddites among us, because there are people who absolutely move away from AI. ബിഗ്ഗസ്റ്റ് ബെയിൻ ആണ് എന്ന് പറഞ്ഞ് ഓഫ് ദ ഗ്രിഡ് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊരിക്കലും ഞാൻ ആസ് എ ഫെമിനിസ്റ്റ് എനിക്ക് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ലോകത്താദ്യമായിട്ട് ട്രെയിനുകൾ വന്ന സമയത്തും പിന്നീട് ബുള്ളറ്റ് ട്രെയിനുകൾ വന്ന സമയത്തും സ്ത്രീകൾ ഇതിൽ കയറുകയാണെങ്കിൽ അവരുടെ ഗർഭപാത്രം തെറിച്ചു പോകുമെന്ന് വാദിച്ച ഒരു സെറ്റ് ഓഫ് മനുഷ്യർ ഈ ലോകത്തുണ്ടായിരുന്നു. ഇത് ആക്ച്വൽ റെക്കോർഡഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഇത് AI സ്ത്രീക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം വരാത്തത് വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന ഒരാളും കൂടെയാണ്. മാഡം വേറൊരു കാര്യം പറഞ്ഞ അലക്സയുടെ ഇന്റർ ജനറേഷണൽ റിപ്പിൾസ്, അത് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഒരു കുട്ടി, ഈ ലുഡൈറ്റിന്റെ ആൻസർ തീർന്നിട്ടില്ല. സോ ഫോർ ഇൻസ്റ്റൻസ് ഒരിക്കലും ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ട, ആ നോളജ് ഫോമിനെ കുറെ കൂടെ ജനാധിപത്യവൽക്കരിക്കുകയും അതിൽ ഇൻഇക്വാലിറ്റീസിൻ്റെ ഇമ്പാക്റ്റ് മിനിമൈസ് ഏറ്റവും കുറവാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു വലിയ എന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മാർഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് AI ക്രിയേറ്റേഴ്സ് സ്ത്രീകളുടെ ഇടയിൽ നിന്നും ക്യൂർ മനുഷ്യരുടെ ഇടയിൽ നിന്നും വന്നാൽ മാത്രമേ ഈ ഒരു വലിയ ചേഞ്ച് വരികയുള്ളൂ. ഇപ്പോൾ അക്കാഡമിയിലാണെങ്കിൽ നമുക്ക് സ്ത്രീകൾ അക്കാഡമീഷ്യൻസ് ആയി മാറുന്ന സമയത്തും സ്ത്രീകൾ സുവോളജിസ്റ്റും ജനറ്റിസിസ്റ്റും ഒക്കെ ആയി മാറിയ സമയത്താണ് വലിയ ഷിഫ്റ്റുകൾ വന്നത്. അതുകൊണ്ട് ഈ ടെക്നോളജിയിൽ നിന്ന് മാറി നിൽക്കുകയല്ല, ടെക്നോളജി എംബ്രേസ് ചെയ്യുകയും അതിനെ എപ്പിസ്റ്റമിക്കലി ഡൈസെക്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്. രണ്ട്, ഇന്റർ ജനറേഷണൽ ഓപ്പറേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിക്കി ദ വണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയൽ, ഒരു ഇംഗ്ലീഷ് സീരിയൽ ഉണ്ടായിരുന്നു. അതിനകത്തൊരു കുട്ടി ഫീമെയിൽ, സ്മോൾ വണ്ടർ അല്ലേ, സ്മോൾ വണ്ടർ എന്ന് പറഞ്ഞു, താങ്ക് യു ദീപാൻഡി, താങ്ക് യു, ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കുട്ടി റോബോട്ടാണ്, ഒരു ചെറിയ റോബോട്ട് ഒരു വീട്ടിൽ ഒരു കുഞ്ഞിനെ പോലെ അവർ ആ റോബോട്ടിനെ വളർത്തുന്നു, വീട്ടിലെ ജോലികളൊക്കെ അതാണ് ചെയ്യുന്നത്. വിക്കി എന്നാണ് പേര്. ഇത് എനിക്കത് 20 years ago when I was still in school. ഇന്ന് മെഗൻ ആൻഡ് മെഗൻ 2.0 എന്ന് പറയുന്ന AI റോബോട്ടിനെ കുറിച്ചിട്ടുള്ള മൂവി വരുന്നു. രണ്ടിലും ഒരുപോലെ വരുന്ന എന്താണ്? വി ഇമാജിൻ എ വേൾഡ് ഓഫ് ഫീമെയിൽ റോബോട്ട്സ്. കാരണം എന്താ? Why do you have female robots? Because they can be controlled, right? കാരണം കൺട്രോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരം നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഒരു സ്ത്രീ ശരീരമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ റോബോട്ടിനെ ഇമാജിൻ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. കൺട്രോളബിൾ ആയിട്ടൊരു കാര്യത്തിനെ ഒരു സിനിമാറ്റിക് ലെൻസിലൂടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ലെൻസിലൂടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോം ഒരു സ്ത്രൈണ ഫോമായിട്ട് മാറുകയാണ്.
ഇതുപോലെ തന്നെയാണ് അലക്സയുടെ സിരിയുടെ കാര്യത്തിൽ വോയിസ് എന്ന് പറയുന്ന കാര്യം സ്ത്രീയുടെ വോയിസ് ആകുമ്പോൾ ആരെയാണ് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള വളരെ കൃത്യമായിട്ടൊരു സിഗ്നൽ നമ്മൾ അടുത്ത ജനറേഷന് കൊടുക്കുകയാണ്. വളരെ 2 വയസ്സും 3 വയസ്സും 4 വയസ്സുള്ള കുട്ടികൾ സിരിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, കാർട്ടൂൺ പ്ലേ ചെയ്ത് തരാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ 2+2 എത്രയാണെന്ന് ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏത് വോയിസിലാണ് ഇത് ചെയ്യുന്നത്? ഈ കുട്ടി ആരാണ് എനിക്ക് കെയർ ഗീവർ ആയിട്ടുള്ള റോൾ ഏറ്റെടുക്കേണ്ടത്, ആരാണ് ജോലികൾ ചെയ്യേണ്ടത്, ആരെയാണ് ഞാൻ ആജ്ഞാപിക്കേണ്ടത്? കാരണം ഇറ്റ്സ് ലിറ്ററലി എ കമാൻഡ്, ഇസ്ന്റ് ഇറ്റ്? ആ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് വളരെ പേട്രിയാർക്കൽ ആയിട്ട് ഉള്ള AI മാനിഫെസ്റ്റേഷൻസിലൂടെ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് അടുത്ത ജനറേഷനിലേക്ക് പാട്രിയാർക്കി ട്രാൻസ്ഫേർഡ് ആകാൻ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു മെത്തേഡായിട്ട് AI മാറുകയാണ്. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ഹായ്, പറയുന്നത് കേൾക്കാമല്ലോ എല്ലാവർക്കും? ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് വിനയ് എന്നാണ്. എനിക്ക് 2 ചോദ്യമാണുള്ളത്. വൺസ് ഫ്രം 3 പേഴ്സണലായിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ്, AI വരുന്ന സമയത്ത് ആ ലൂപ്പിൽ ഹ്യൂമൻസിനെ വെക്കണം, ലൈക്ക് ദ ലാസ്റ്റ് ഒരു അപ്രൂവൽ കൊടുക്കേണ്ടത് ഒരു ഹ്യൂമൻ ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വായിച്ചായിട്ട് കേൾക്കുന്നു. ഇൻ ദാറ്റ് സെൻസ്, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റ എടുത്ത് നോക്കി ആയിക്കോട്ടെ, അത് മെയിൽ ഫീമെയിൽ ഹൂവർ ഇറ്റ് മേ ബി, അവർ തന്നെ ലൈക്ക് ഐ എം ബീങ് എ ബാഡി, ഐ എം ബീങ് എ സ്ലട്ട്, ഇല്ലെങ്കിൽ ഒരാണായിരിക്കുന്ന സമയത്ത് ഇഫ് ഐ എം നല്ല വെൽ ബിൽഡ് ഗായയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോസ്റ്റുകളും സ്റ്റോറീസും ഷെയർ ചെയ്ത് പോകുമ്പോൾ തന്നെ AI വർക്ക്സ് ഓൺ ഡാറ്റാ ബേസ്, റൈറ്റ്? എന്തായാലും AIക്ക് കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ചിട്ട് അത് പ്രോഗ്രാം ചെയ്യില്ലെങ്കിൽ അത് ഓൾഗറിതംസ് അനുസരിച്ച് റൺ ചെയ്യുള്ളൂ. അപ്പോൾ AIക്ക് കിട്ടുന്ന ഡാറ്റകൾ പോലും ഇപ്പോൾ ഇഫ് ഇറ്റ് പിന്നെ ലൈക്ക് ഈ ലൂപ്പിൽ ഹ്യൂമൻസ് വെക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇങ്ങനത്തെ രീതിയിലുള്ളതായിരിക്കുമ്പോൾ പോലും സ്വാഭാവികതയായിട്ടും ഈ പറഞ്ഞ ChatGPT ആയിക്കോട്ടെ, മറ്റ് ഏത് AIകളായിക്കോട്ടെ, അവരും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ റിപ്ലൈ തരിക. സോ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ബാക്കിയുള്ളവരെ ഇതിലൊരു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നൂടെ, ലൈക്ക് യു ആർ ബീങ് പാർട്ട് ഓഫ് ദിസ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതാണോ എന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. കറക്റ്റായില്ലെന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റായിട്ട് വന്നു. ഐ തിങ്ക് മേ ബി ഞാൻ പറഞ്ഞു മനസ്സിലായി. പിന്നെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഫീഡ് ചെയ്യുന്ന ഡേറ്റയ്ക്കനുസരിച്ച് ആണ് ഈ നമുക്ക് കിട്ടുന്ന റെസ്പോൺസസ്. അപ്പം ആ റെസ്പോൺസസിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് ആളുകളെ പഠിപ്പിക്കാം, ഇല്ലെങ്കിൽ ഡേറ്റയുടെ സ്വഭാവം മാറ്റാം. ഇത് രണ്ടുമാണ് ഉള്ള വഴികൾ. ഡാറ്റയുടെ സ്വഭാവം മാറ്റി കഴിഞ്ഞാൽ വി ആർ ക്രിയേറ്റിംഗ് ഫേക്ക് ഡാറ്റാസ്, റൈറ്റ്? ലൈക്ക് അല്ല, ഫേക്ക് അല്ല. ഇപ്പം ഉദാഹരണത്തിന് ഈ ദിനു പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾക്ക് എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് 1 ലക്ഷമായി, 2 ലക്ഷമായി, 3 ലക്ഷമായി. ഇത് വരുമാനമുള്ള സ്ത്രീകളും ഒരേ വരുമാനമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയല്ല വരുന്നത്. കാര്യം എന്താ വെച്ചാൽ, ഈ അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടനവധി സ്റ്റീരിയോ ടൈപ്സ് വെച്ചിട്ടുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിരിക്കണം എന്നുള്ളൊരാവശ്യം ഇപ്പോൾ കാര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ ലൊക്കേഷനിൽ നിന്നുള്ള ആളുകൾ, പലതരം സെക്ഷൽ ഓറിയൻറ്റേഷനുള്ള ആളുകൾ, പല റേസിൽപ്പെട്ടവർ, ഇല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽക്കുന്ന തരം സ്റ്റീരിയോ ടൈപ്സ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് കയറും. പക്ഷെ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലോൺ കിട്ടുന്നതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കുക, അതുപോലെ പിന്നെ സർവൈലൻസിൻ്റെ സ്വഭാവം, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ആളുകൾ ഇത്രയും ഡൈവേഴ്സിറ്റി വേണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ്, ഇപ്പം നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഡിജിറ്റൽ സെൽഫ് കെയറിനെ പറ്റിയിട്ട് ആളുകൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോട്ടോക്കോൾ എങ്ങനെ ഉണ്ടാക്കണം? കാര്യം എന്താണെന്ന് വെച്ചാൽ, AI ഡീപ്പ് പോർണോഗ്രാഫി എന്ന് പറഞ്ഞാൽ റിവെഞ്ചിന് നമ്മൾ ഇപ്പം ഇമേജും ഫോട്ടോയും ഉണ്ടെങ്കിൽ നമ്മളെ വെച്ച് ഒരു പോർണോഗ്രാഫിക് സ്റ്റോറി ഒരു ഫിലിം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ പിന്നെ ക്യാറ്റ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. ക്യാറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കും, ഇമോഷണലായ. ഈ റിലേഷൻഷിപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പല ഫേവേഴ്സിന് വേണ്ടി നമ്മൾ അതിന് ഉപയോഗിക്കുക. അത് റിയൽ ഐഡൻറ്റിറ്റി ആവണം എന്നില്ല. അപ്പം ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനായിട്ട്
ഉള്ള പുതിയ പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുകയും സെൽഫ് കെയറിന് വേണ്ടിയും നമ്മൾ കെയർഫുൾ ആവുകയും ഒക്കെ ചെയ്യുന്ന തരം AI ഗവേണൻസിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ള ചർച്ചകളും ഇപ്പം ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ആദ്യമേ തന്നെ ഇപ്പം പല ടെക് കമ്പനികളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറൊരു സാധനം ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തത്, അത് ശരിക്കും എനിക്ക് വിഷമമായി വായിച്ചു കഴിഞ്ഞപ്പോൾ. അവർ പറഞ്ഞത് ഈ വലിയ ടെക് കമ്പനികൾ അവരുടെ കണ്ടന്റ് മോഡറേഷൻ നടത്തും. അപ്പം ആ കണ്ടന്റ് മോഡറേഷൻ ചെയ്യുന്ന സ്ത്രീകൾ എല്ലാം ഇരിക്കുന്നത് ഗ്ലോബൽ സൗത്തിലാണ്. കെനിയയിലെയും ഗാനയിലെയും സ്ത്രീകളെ വെച്ചിട്ടാണ് ഈ പഠനം വരുന്നത്. ഇവർക്ക് ഈ വായിക്കുന്നത് മുഴുവനും സ്ത്രീവിരുദ്ധതയും റേപ്പിനെ പറ്റിയിട്ടുള്ള ഇതും അങ്ങനത്തെ മെറ്റീരിയൽ വായിച്ചിട്ട് ഇവർക്ക് മെഡിക്കൽ കെയർ ഒന്നും ഈ വളരെ തുച്ഛമായ ശമ്പളമാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് മെഡിക്കൽ കെയറും ഒന്നും കിട്ടുന്നില്ല. അത് പോസ്റ്റ് ട്രോമ ഡിസ്ട്രസ് എന്ന് പറയുന്നത് ഒരു വലിയ പീരീഡാണ്. നിങ്ങളിപ്പം അന്നേരം അതിനെ ഡീൽ ചെയ്ത് മെഡിക്കൽ കെയർ എടുത്താൽ പോലും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ട്രോമയാണ് ഈ കണ്ടന്റ് മോഡറേറ്റേഴ്സ്. അപ്പം അത് പലതരത്തിൽ ഇതിൻ്റെ വിവിധ വശങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു AI മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇപ്പം ഞാൻ IIT മദ്രാസിൽ പഠിപ്പിക്കുന്നു. ആ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന ഞാൻ എത്ര നാൾ അങ്ങനെ ആ ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിലൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട്. ഇത് മാറുകയാണ്. ഞങ്ങൾ തന്നെ 100 സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ കൊണ്ടുവന്നു. സ്റ്റുഡൻസിന് എവിടുന്ന് വേണമെങ്കിൽ കയറാം. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും നമുക്ക് ക്ലാസ്സിൽ കയറാം. അതിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ടെക്നോളജി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഇത് മാളവിക പറഞ്ഞ പോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരം ഇനീക്വാലിറ്റീസ്, എക്സ്പ്ലോയിറ്റേഷന് അതുണ്ട്. അത് നിശ്ചയമായും ഉണ്ടാവും. അതാണ് ടെക്നോളജിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അതിനെ മനസ്സിലാക്കുകയും അതിനോട് പ്രതികരിക്കാൻ വേണ്ട രീതിയിൽ ഉള്ള പിന്നെ മെക്കാനിസംസ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാലത്തെ ഒരു ഫെമിനിസത്തിൻ്റെ സ്വഭാവം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു മാം. ഒരൊറ്റ കാര്യം അതിലൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം AI എത്തിക്കൽ കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എത്രത്തോളം റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ കൺട്രോൾസ് ദീസ് എത്തിക്കൽ കമ്മിറ്റീസ്? ഇപ്പം ഇന്റർമീഡിയറ്ററി റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് 2021 ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്ന് ഒരു സെക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ക്യൂർ പേഴ്സൺ ഉണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസർ ഈസ് നോട്ട് ട്രെയിൻഡ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് അതൊരു ക്യൂർ പേഴ്സണിൻ്റെ പ്രൈവസി ഇൻഫ്രിഞ്ച്മെന്റ് ആവുന്നതെന്നുള്ളത്. സോ ദർ ഈസ് എ ലാക്കൂണ വേർ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസേഴ്സ് ആർ ടു ബി ക്യൂർ സെൻസിറ്റീവ്, ആർ ടു ബി ആൻറ്റി കാസ്റ്റ് സെൻസിറ്റീവ് എന്നുള്ള കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. Any other questions? സോ ഇന്ന് രാവിലെ ധന്യ രാജേന്ദ്രൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പറയുകയുണ്ടായി, ജുഡീഷ്യറിയിൽ നിന്നും ഒരു മെമ്മറി കാർഡ് അതിൽ ടാമ്പർ ചെയ്യപ്പെട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അതിന് വേണ്ട രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഇല്ല. അപ്പം ആ രീതിയിൽ ജുഡീഷ്യറിയിൽ പോലും ടെക്നോളജി വളരുന്ന വേഗതയിൽ എത്തിപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ AI-യുടെ വി ആർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി AI ബൂം. എത്തരത്തിലാണ് ആസ് എ സിറ്റിസൺ ഓർ ആസ് സിറ്റിസൻസ് നമുക്ക് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ സാധിക്കുക ഇത്തരം കാര്യങ്ങളിൽ? ആ ഡിജിറ്റൽ കാർഡ് നഷ്ടപ്പെട്ടതും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ല, ടാമ്പർ ചെയ്യപ്പെട്ടതുമായിട്ട്. കാര്യം എന്താ വെച്ചാൽ അത് ഡെലിബറേറ്റ് ആയിട്ട് നടന്ന ഒരു ക്രൈമാണ്. ആ ക്രൈമുകൾ എല്ലാ കാലത്തും നടക്കും. AI ഉള്ള സമയത്ത് പുതിയ തരം ക്രൈമുകളാണ് വരാൻ പോകുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ക്രൈമുകളും പലതരം ക്രൈമുകളും ഇമേജസ് ഉപയോഗിച്ചുള്ള ക്രൈമുകളും എല്ലാം വരും. അപ്പം ഡീപ് ഫേക്ക് വരുന്നുണ്ട്, പലതരം അബ്യൂസസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ അത് ഒരു വലിയ ക്രൈമായിരുന്നു. എല്ലാവരും കൂടെ കൊല്യൂഡ് ചെയ്ത് ഈ കേസ് തോൽപ്പിക്കാൻ വേണ്ടി, ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അത് തോൽപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു ക്രൈമാണ്. അത്തരം ക്രൈമുകൾ ലോകത്ത്
ഏറ്റവും ഹൈ സെക്യൂരിറ്റി ഫ്രാൻസിലെ പിന്നെ മ്യൂസിയത്തിൽ ഇരുന്ന് ഇത് അടിച്ചുകൊണ്ട് പോയതാണ്. എനിക്കത് വാർത്ത കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ക്രൈം ചെയ്യേണ്ടവർ ചെയ്യും, അവർക്ക് അതിൻ്റെതായ താല്പര്യങ്ങളുമുണ്ട്. പക്ഷേ സിറ്റിസൺഷിപ്പിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും പൗരാവകാശങ്ങളുടെയൊക്കെ ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ഇത് പ്രസക്തമാണ്. ഡിജിറ്റൽ കാലത്ത് അത് നമ്മൾ ഇൻക്ലൂസീവ് ആകുകയും സാമൂഹ്യ നീതിയുടെ ക്വസ്റ്റ്യൻസും ഒക്കെ ചേർത്ത് വെച്ച് ഈ ടെക്നോളജിയെ കാണണം. പിന്നെ ടെക്നോളജി ഒരു കാലത്തും ന്യൂട്രലായ ഒരു സാധനമല്ല. അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്കിവിടെ വാക്സിനേഷൻ കിട്ടിയത് കൊളോണിയൽ കാലത്ത്? അവർക്കത് ആവശ്യമുണ്ടായിരുന്നു. പല പുതിയ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ലോകത്ത്. അത്രയധികം ആളുകളുടെ പിന്നെ അത്രയധികം മരണങ്ങൾ നടന്നിരുന്ന ഒരു ഇതാണ്. പക്ഷേ ആ കൊളോണിയലിസം ആണ് ഈ ഒരു ടെക്നോളജിയിലേക്ക് അത് ആളുകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു. പക്ഷെ എപ്പോൾ നോക്കിയാലും ടെക്നോളജി എന്ന് പറയുന്നത് അതിൻ്റേതായ, ഇപ്പം ഞാൻ IIT മദ്രാസിൽ പഠിപ്പിക്കുമ്പം BTech സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചരിത്രം. അപ്പം അവരോട് പറയുന്ന ഒരു പ്രധാന കാര്യം, ബിക്കോസ് നാളത്തെ ടെക്നോളജിസ്റ്റുകളാണ് അവർ, ഇത് കൈകാര്യം ചെയ്യേണ്ടവരാണ്. അപ്പം അവരോട് പറയുന്നത് ഇത് വാല്യൂ ന്യൂട്രലേ അല്ല, പലതരം താല്പര്യങ്ങൾക്കകത്ത് അതുമായിട്ട് വളരെ എംബഡഡായി നിൽക്കുന്ന ടെക്നോളജി പ്രൊഡക്ഷനിലാണ് നിങ്ങൾ ഏർപ്പെടാൻ പോകുന്നത്. അല്ലാതെ എനിക്കറിയാം സയൻസ്, ഞാൻ ടെക്നോളജി ഇന്നൊവേഷൻസ് നടത്തും, ഞാൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഒരു പ്രതീക്ഷയ്ക്കുണ്ടാവുന്ന മങ്ങലും ചലഞ്ചും ഒന്നും നിങ്ങളെ ബാധിക്കരുത്. പിന്നെ അതിനോട് കഷിയേറുകയും ചെയ്യരുത് എന്നുള്ളത് നമുക്ക് പറയാൻ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ പറയും. നീതിയുടെ ചോദ്യം മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നമ്മുടെ മുന്നിലുണ്ടാവും. നമ്മൾ ഏത് വശം പിടിക്കും എന്നുള്ളതാണ് അതിലെ വിഷയം. One question. So, ആള് ചോദിച്ച ചോദ്യം ആൻഡ് ബിനിത ആൻസർ ചെയ്തതായിട്ട് കണക്റ്റഡ് ആണ്. അതായത് റീസെൻ്റ്ലി ഡൽഹി ഹൈക്കോർട്ടാണ് തോന്നുന്നു റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്നുള്ള ആസ്പെക്റ്റിൽ ഒരു ഇത് പറയുകയുണ്ടായി. അതായത് ഓരോരുത്തരും ഒരു കേസ് കഴിയുകയാണെങ്കിൽ ആളുടെ ഐഡൻറ്റിറ്റി പിന്നെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് പോവുകയും അയാൾക്ക് ഒരു അനോണിമിറ്റി ഉണ്ടാവാനുള്ള അവകാശമൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ AI കാലത്ത് അത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, അതായത് ആൻഡ് ബിനിത പറഞ്ഞതിൽ തന്നെ ആ ഒരു ആസ്പെക്റ്റ് ഉണ്ട് ടെക്നോളജി ഒരിക്കലും ന്യൂട്രൽ അല്ല ആൻഡ് സിസ്റ്റത്തിന് അതിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അത് ഡെഫിനറ്റ്ലി എത്രത്തോളം അനുകൂലമായിട്ടാണോ വേണ്ടത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ വേർ ഇസ് ദിസ് ലൈൻ വേർ ഡെഫിനറ്റ്ലി AI-നെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. AI ഓരോ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും അത് ആൻഡ് ഐ തിങ്ക് സോഷ്യൽ ചേഞ്ചിന് വേണ്ടി എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത് യൂസ് ചെയ്യുകയും വേണം. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ IT ലോസ് ചേഞ്ച് ചെയ്യുന്ന ടെക്നോളജി റിലേറ്റഡ് മറ്റ് സാധനങ്ങൾ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റവും നിലനിൽക്കുന്ന സമയത്ത് ലൈക്ക് വെയർ ക്യാൻ വി ഡ്രോ എ ലൈൻ വെയർ വി ക്യാൻ വർക്ക് ടുവേർഡ്സ് യുനോ സിസ്റ്റത്തിനല്ല ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്നത് എന്നത്. അത് പറഞ്ഞത് ശരിയാണ്. ഡോക്സിങ് എന്നാണ് അതിന് ഇപ്പം പറയുന്നത്. ഡോക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മറയ്ക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ ഓൾറെഡി ഡിജിറ്റൽ സ്പേസിൽ കിടപ്പുണ്ട്. ഡോക്സിങ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത് പബ്ലിക് ഡൊമൈനിലോട്ട് അങ്ങ് കൊടുക്കും. നിങ്ങളുടെ വീട്ടഡ്രസ്സ്, നിങ്ങളുടെ ജോലി സ്ഥലം, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്കിംഗ് ആയിട്ടും പലതരം ഹറാസ്മെൻറ്റ്സിനും അതിനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കൊരാളോട് വിരോധം ഉണ്ടെങ്കിൽ ഈ ഡോക്സിങ്, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു ക്രൈമാണ്. അപ്പം ഈ പുതിയ തരം ക്രൈമുകൾ അത് ഏത് കാലത്തും മനുഷ്യൻ്റെ ചരിത്രം അതാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പം പുതിയ തരം ക്രൈമുകൾ വരുന്നുണ്ട്, ബാങ്ക് കൊള്ള നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അതായത് ഇൻഡിവിജ്വൽ ക്രൈമിന് അപ്പുറത്തേക്ക് സിസ്റ്റം ഓർ ദ സ്റ്റേറ്റ് നടത്തുന്ന ക്രൈമിനെ പറ്റിയ ഇപ്പം ഡോക്സിങ് ആൻഡ് ലൈക്ക് ഡാറ്റ കമ്മിങ് ഇൻ ടു ദ പബ്ലിക് ഡൊമൈൻ ഇസ് ഡെഫിനറ്റ്ലി ദാറ്റ്. പക്ഷേ ഞാൻ പറയുന്ന ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെ കയ്യിൽ ഓൾറെഡി നമ്മുടെ ഒക്കെ ഡാറ്റ ഉണ്ട്. സോ ദേ ക്യാൻ കീപ്പ് ഓൺ ട്രാക്കിംഗ് അസ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്സ്, കൾച്ചറൽ ആക്ടിവിസ്റ്റ്സ് അവരെന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ വഴികളിലൂടെ, ഏതൊക്കെ പൊളിറ്റിക്കൽ പാത്തിലൂടെ പോകുന്നു, ഇതിനൊക്കെ ഈവൻ ആൾക്ക് പോലും പൊളിറ്റിക്കൽ ക്ലാരിറ്റി എത്തുന്നതിന് മുന്നേ ഇവർ ട്രാക്ക് ചെയ്യുകയും ഇത് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. സോ
ഹൗ ക്യാൻ ഒരു പൊളിറ്റിക്കൽ വർക്കിന്റെ കോണ്ടെക്സ്റ്റിൽ ഹൗ ക്യാൻ വി സ്റ്റേറ്റും പൊളിറ്റിക്കൽ വർക്കേഴ്സും തമ്മിലുള്ള കോണ്ടെക്സ്റ്റിൽ അതെ ഈ സ്റ്റേറ്റുമായി വരുന്ന ഒരു ഉദാഹരണം ഞാൻ വായിച്ചതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡിസൈനർ പ്രഗ്നൻസി എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ ബയോ എത്തിക്സും ഒക്കെ ആയി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വേണ്ട രീതിയിൽ എനിക്കിപ്പോൾ ഒരു ആൺകുട്ടി തന്നെ മതി, എനിക്ക് ആൺകുട്ടിയാക്കാം, ഇന്നതരം ജനറ്റിക് പൂളിൽ നിന്നായിരിക്കണം, ബ്ലൂ ഐസ് വേണമെങ്കിൽ അങ്ങനെ. ഡിസൈനർ പ്രഗ്നൻസി ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഭയമാണ്. എന്ത് തരം എത്തിക്സാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് അതിനെ, ബയോ എത്തിക്സ് എന്തായിരിക്കണം. അതുപോലെ തന്നെ വേറൊന്നെന്താ വെച്ചാൽ പ്രഗ്നൻസി, അബോർഷൻ, ഡേറ്റ് ഒക്കെ സ്റ്റേറ്റിൻ്റെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റിന് ഇതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. എയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശങ്കപ്പെടാൻ തുടങ്ങിയാൽ നിരന്തരമായിട്ട് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കാനേ കഴിയത്തുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് തരുന്ന പോസിബിലിറ്റീസും ഉണ്ട്. അപ്പം AI ഗവേണൻസും എത്തിക്സും എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു വലിയ ചലഞ്ചാണ്. അപ്പം ദിനു അതിനെപ്പറ്റി AI എത്തിക്സിനെ പറ്റി പറഞ്ഞിരുന്നു, ബയോ എത്തിക്സും. അപ്പോൾ പല മേഖലകളിലാണ് ഈ AI മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. മനുഷ്യരതിനെ സർവൈവ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷയാണല്ലോ. നമ്മളതിൽ പെട്ടുപോവുകയല്ല. മനുഷ്യർ പിന്നെ പ്രതിരോധിക്കും. ലോകത്തൊട്ടാകെ എന്തൊക്കെ തരം അതോറിറ്റേറിയൻ ഭരണകൂടങ്ങൾ നമ്മൾ ഇപ്പം ലോകത്തൊട്ടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടേതായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നുണ്ട്. അത് മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇവരെ പോലുള്ളവരൊക്കെ അല്ലേ ചുറ്റുമുള്ളതെന്നുള്ള സന്തോഷവും. ഡോക്ടർ മാളവിക കൂടെ ഒരു കൺക്ലൂഡിംഗ് റിമാർക്ക് പറഞ്ഞു. To answer both Niha and Deepa Antony, thank you for the question, Niharika. ഇത് ഇന്ന് തുടങ്ങിയതല്ലോ സ്റ്റേറ്റ് ഡാറ്റ കളക്ഷൻ ചെയ്യുന്നത്. എനിക്ക് വളരെ ഷുവറാണ് നമ്മളെയൊക്കെ കുറിച്ച് ഇഷ്ടംപോലെ ഡോസിയേഴ്സ് AI വരുന്നതിന് മുമ്പേയും സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ ഒക്കെ കളക്റ്റഡ് ആണ്. ഇന്ന് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആണ്. വി നോ ദാറ്റ് യു ഹാവ് അവർ ഇൻഫർമേഷൻ, വി നോ ദാറ്റ് യു ഹാവ് അവർ ആധാർ ഇൻഫർമേഷൻ, വി നോ ദാറ്റ് യു ഹാവ് അവർ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ. ഇന്ന് ഔട്ട് ഇൻ ദ ഓപ്പൺ ആണ്. നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം മനുഷ്യർക്ക് ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് കൂടെ പഠിപ്പിക്കേണ്ട കാര്യമാണ് എന്താണ് AI ആൻഡ് എത്തിക്സ് എന്നുള്ളൊരു കാര്യം. ഇതെല്ലാ BTech കോളേജിലും പഠിപ്പിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. ഫിലോസഫി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം AI ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ ഉള്ളിൽ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നല്ല, ഹ്യൂമൻ ഇൻ്റലിജൻസിൽ നിന്ന് വരേണ്ട കാര്യമാണ്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ള ഒരു കാര്യം, സ്റ്റാൻഡിങ് അപ്പ് ഫോർ ദോസ് ആർ ലെസ് പ്രിവിലേജ്ഡ് എന്നുള്ള കാര്യം, ഇത് വരണമെങ്കിൽ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, പർട്ടിക്കുലർലി എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത് വന്നാൽ മാത്രമേ ചേഞ്ച് വരികയുള്ളൂ. ഒന്ന്, ഇതുപോലെ തന്നെ ഡാറ്റ പ്രിവസി എന്നുള്ള ഒരു കാര്യം എത്ര സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാകുകയും ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഒരു സിറ്റിസന്റെ റൈറ്റ് ആണ് എന്നുള്ള കാര്യത്തിന് വേണ്ടിയുള്ള സൈബർ മൂവ്മെന്റ്സ് ആൻഡ് നോൺ സൈബർ മൂവ്മെന്റ്സ് നടക്കേണ്ട വലിയ ആവശ്യമുണ്ട്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, മലയാളി മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ ആണ്. അല്ലെങ്കിൽ മെറ്റാ ഡാറ്റ ടാമ്പർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം, ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാകുകയും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ കൗണ്ടർ സാധ്യതകളും നമ്മളെ മനസ്സിലാക്കി തന്നൊരു കേസും കൂടെയാണത്. സോ ഇൻ എ വേ നമ്മൾ നോക്കുകയാണെങ്കിൽ the number of government sites that has been hacked നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അതോറിറ്റേറിയൻ റിജൈംസിന്റെ സൈറ്റുകൾ പോലും ഹാക്ഡ് ആകുന്നത് നമുക്ക് കാണാം. സോ ഈ ടെക്നോളജി യൂസ് ചെയ്ത് തന്നെ വളരെ വലിയ രീതിയിൽ തിരിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടങ്ങളും കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടി ഇരിക്കുന്നു. സെഷൻ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ സെക്ഷൽ ഹറാസ്മെന്റ് മാറ്ററുകൾ ഇപ്പോൾ വരുമ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി കേൾക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് എല്ലാ ഇമേജും വോയിസ് നോട്ടും എല്ലാം AI ആണെന്നാണ്. ആ AIയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നല്ല, ആണത്ത ഇൻ്റലിജൻസ് എന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ആണത്ത ഇൻ്റലിജൻസുകൾ വരുന്നൊരു കാലഘട്ടത്തിൽ തീർച്ചയായും അവൾ കല്യാണം കഴിച്ചതാണെന്ന അൽഗോരിതം നമ്മൾക്ക് മുന്നിലൂടെ 100 തവണ ഓടിക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത് അവൾ കല്യാണം കഴിച്ചതാണെങ്കിലും ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്. അവളെക്കുറിച്ച് ഹൂ കെയേഴ്സ് എന്നതാണ് ചോദ്യമെങ്കിൽ അവളെക്കുറിച്ച് ഫെമിനിസ്റ്റുകളായിട്ടുള്ള, നീതിയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും കെയർ ചെയ്യുന്നു എന്ന് തന്നെയാണ് തിരിച്ചു പറയാനുള്ളത്. ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട്
അതിജീവിതമാരായ എല്ലാ സ്ത്രീകൾക്കും കൂടി ഡിജിറ്റൽ ഫെമിനിസത്തിന്റെ കാലഘട്ടത്തിൽ ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന പോരാടുന്ന എല്ലാ സ്ത്രീകൾക്കും ഒപ്പം തന്നെ നമ്മൾ ശക്തമായി നിലകൊള്ളുന്നതാണ്. ഒരുപക്ഷെ ഈ സെഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്ത് ഡോക്ടർ മാളവിക ബിന്നി, ഡോക്ടർ വിനീത തമ്പി, ദിനു വെയിൽ എന്നൊക്കെ ChatGPT അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹോർത്തോസിന്റെ 2025 സെഷനിൽ AI കുറിച്ച് ക്രിട്ടിക്കലായി സംസാരിച്ച ആളുകൾ കൂടിയാണ് ഇവർ എന്നുള്ള ChatGPT ഇൻഫോർമേഷൻ ബാക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വേദിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. താങ്ക് യു ഓൾ.